السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഒരു ഈദിന്റെ സുദിനത്തിൽ കൂടെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ സ്വാതന്ത്ര്യത്തോടെ പ്രവേശിക്കാനുള്ള തൗഫീഖ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ശുക്റും ഹംദും നന്ദിയും തവക്കുലും കാണിച്ച് മുന്നോട്ടു പോകാൻ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും, ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈദിന്റെ ആശംസകൾ നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിപ്പവും അവന്റെ മഹാത്മ്യവും ഉറക്കെ ഉറക്കെ നാം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ ഉരുവിടുന്ന അല്ലാഹു അക്ബർ എന്ന ആ ഒരു തക്ബീറിന്റെ മന്ത്രധ്വനികൾ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് ഉറച്ചു പൊങ്ങിയ വിശ്വാസത്തിൽ നിന്നായിരിക്കണം ആ ഒരു വാചകങ്ങൾ നമ്മുടെ നാവുകളിലൂടെ പുറത്തു വരേണ്ടത്. നമസ്കാരത്തിൽ അനവധി തവണ നമ്മൾ അല്ലാഹുവിനെ പ്രകീർത്തിച്ചു. ഇനി അയ്യാമു തശ്രീക്ക് അവസാനിക്കും വരേക്കും നമുക്ക് ഉരുവിടാനുള്ളത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നാണ്. അല്ലാഹു നീയാണ് വലിയവൻ, എല്ലാറ്റിനേക്കാളും, സമ്പത്തിനേക്കാൾ, അധികാരത്തെക്കാൾ, ആരോഗ്യത്തെക്കാൾ, പെരുമയേക്കാൾ, പത്രാസിനേക്കാൾ, സൗന്ദര്യത്തെക്കാൾ, വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ, സ്വന്തം ഇഷ്ടത്തെക്കാളും സ്വന്തം കുടുംബത്തിന്റെ താൽപര്യത്തെക്കാളും എനിക്ക് ഏറ്റവും വലുത് അല്ലാഹുവേ നീയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല. കടലിലും കരയിലും ഏകാന്തതയിലും കൂട്ടത്തിലും ആകാശത്തിലും ഭൂമിയിലും അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ നിനക്കാകുന്ന സർവസ്തുതിയും. നീയാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത്, നീയാണ് ഞങ്ങൾക്ക് അന്നം നൽകിയത്, നീയാണ് ഈ പ്രവിശാലമായ പ്രപഞ്ചത്തെ യാതൊരുവിധ വാടകയും നൽകാത്ത വിധത്തിൽ സംവിധാനിച്ച് ഞങ്ങൾക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ദീനിന്റെ ഹിദായത്ത് നൽകിയവൻ നീയാണ്. സകല അനുഗ്രഹങ്ങളും കനിഞ്ഞരുളിയവൻ നീയാണ്. ഈ പരിശുദ്ധമായ ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകിയത് പടച്ചറബ്ബേ നീയാണ്. പരിശുദ്ധ അറഫയിൽ ഒരുമിച്ചുകൂടിയ ആളുകൾക്ക് പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുത്തവൻ നീയാണ്. അതുകൊണ്ട് വലില്ലാഹിൽ ഹംദ്. അറഫാ നോമ്പിന്റെ ആ ഒറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് 2 കൊല്ലത്തെ പാപങ്ങളാണ് അല്ലാഹു നമുക്ക് മായ്ച്ചു മറച്ചു നൽകിയിരിക്കുന്നത്. ഈ ഒരു സുദിനത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി നാം ബലിയർപ്പിക്കുന്നതിലൂടെ, ആളുകളുമായി സംവദിക്കുന്നതിലൂടെ, ആളുകൾക്ക് സലാം പറയുന്നതിലൂടെ, കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ, മുറിച്ചു മാറ്റപ്പെട്ട ബന്ധങ്ങളെ പരസ്പരം ചേർക്കുന്നതിലൂടെ, മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിലൂടെ,
ബലിയും അതുപോലെ തന്നെ സ്വതക്കയും ഈ ഒരു സുദിനത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ധാരാളം പ്രതിഫലം ലഭിക്കാൻ പറ്റിയ ഉപാധികൾ ഉണ്ടാക്കി. അല്ലാഹുവേ വലില്ലാഹിൽ ഹംദ്, നിനക്കാകുന്ന സർവസ്തുതിയും, അൽഹംദുലില്ലാഹ് സർവസ്തുതിയും റബ്ബേ നിനക്കാണ്. റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇത് മനസ്സിൽ തട്ടിക്കൊണ്ട് ഉരുവിടാൻ സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും ആകണം. ആ അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ടും അവന് കീഴൊതുങ്ങിക്കൊണ്ടും അവന് നന്ദിയുള്ള ദാസന്മാരായിക്കൊണ്ടും സ്വന്തം ജീവിതത്തെ അല്ലാഹുവെ നിനക്കിതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയുവാനും ഉച്ചരിക്കുവാനും ജീവിതം കൊണ്ട് തെളിയിക്കുവാനും നമുക്ക് സാധ്യമാകുമ്പോഴാണ് ഈ ബലിപെരുന്നാൾ നമുക്ക് ആഘോഷിക്കാനുള്ള അർഹതയുണ്ടാകുന്നത്. ആ വഴിയിലേക്ക് നാമും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കൊണ്ടുവരാനുള്ള ശ്രദ്ധയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പെരുന്നാളിന്റെ സുദിനത്തെ സന്തോഷദായകമാക്കുന്നത്. ഈ സന്തോഷത്തിനപ്പുറത്ത് വലിയൊരാഘോഷം വരാനിരിക്കുന്നുണ്ട്. മാലോകർ വിവസ്ത്രരായി പടച്ച റബ്ബിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ നാളിൽ വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ, അന്ന് ചില മുഖങ്ങൾ സന്തോഷഭരിതരായിരിക്കും. ദാഹികത്തും മുസ്തബ്ശിറ, അവരുടെ മുഖത്ത് മ്ലാനതയുണ്ടാവുകയില്ല. കടബാധ്യത അവരെ അലട്ടുന്നില്ല, രോഗങ്ങൾ അവരെ പ്രയാസപ്പെടുത്തുന്നില്ല, രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ധാർമ്മിക അന്തരീക്ഷങ്ങൾ അവരെ പ്രയാസപ്പെടുത്തുന്നില്ല. അവർക്ക് അവരുടെ മക്കളെക്കുറിച്ചോ ഇണകളെക്കുറിച്ചോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ അവരുടെ വീടിനെക്കുറിച്ചോ അവരുടെ ബിസിനസിനെ കുറിച്ചോ ഉള്ള ആധികളില്ല. വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ ദാഹികത്തും മുസ്തബ്ശിറ, സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ആളുകൾക്ക് മുന്നിൽ യാതൊരു ഭീതിയുമില്ലാതെ ഇതാ എന്റെ കിതാബ് നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർഗസ്ഥരായി പടച്ച റബ്ബിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഒരു ആഘോഷത്തിന്റെ സുദിനത്തിനും സഹോദരന്മാരെ നാം അല്ലാഹുവിലേക്ക് കീഴൊതുങ്ങേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഇണകളും അദ്ദേഹത്തിന്റെ മക്കളും ഈ ഒരു വഴിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബലി എന്ന് കേൾക്കുമ്പോൾ ഒരു പിതാവ് തന്റെ അരുമ സന്തതിയെയും കൊണ്ട്, അതും വാർദ്ധക്യത്തിന്റെ അങ്ങേ ദശകത്തിൽ പ്രാർത്ഥിച്ച് 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 ഒരു കുട്ടിയില്ലാത്ത ആദിയിൽ കാലങ്ങൾ കഴിച്ചുകൂട്ടി അവസാനം തന്റെ സായം സന്ധിയിൽ ആയുസ്സിന്റെ അവസാന ഘട്ടത്തിൽ അള്ളാഹു കൊടുത്ത ഒരു കുഞ്ഞിനെ അറുക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയെ ശിരസ വഹിച്ച ഒരു മഹാപ്രവാചകന്റെ ചരിത്രമാണ് ഈ ബലി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സഫാ മർവക്കിടയിലുള്ള സഈൽ നമ്മുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്നത് ഒരു പിഞ്ചു കുഞ്ഞിനെയും ഭാര്യയെയും ഉപേക്ഷിച്ച് പുറപ്പെട്ട ആ ഒരു പ്രവാചകന്റെ ചരിത്രത്തിലെ പ്രവാചകന്റെ ഭാര്യയുടെ തവക്കുലാണ്. അറുക്കാൻ പുറപ്പെടുമ്പോൾ ഉപ്പ അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ ശിരസ വഹിച്ചോളൂ, എന്നെ ചമാലുക്കളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന പടച്ചറബിൽ അങ്ങേറ്റം തവക്കുലാക്കുന്ന പടച്ചറബിന്റെ തീരുമാനത്തിന് മറുത്തൊരു ചോദ്യമില്ലെന്ന് ബാപ്പയോട് മറുത്തു പറയുന്ന ഒരു മകന്റെ വിശ്വാസദാർഢ്യത്തിന്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ലോകത്തും പാരത്രിക ലോകത്തും നമുക്ക് സമാധാനവും സന്തോഷവും പകരുന്ന ഈ പ്രവാചകന്റെ ജീവിത മാതൃകയെ നാം എല്ലാവരും പിൻപറ്റേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് അവിടുന്ന് തൗഹീദിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടത്. നമ്രൂദിന്റെ അധികാരത്തിന് കീഴിൽ പലതിനെയും ആരാധിച്ചുകൊണ്ടിരുന്ന, നമ്രൂദിനെ തന്നെ ആരാധിക്കാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളോട് പറഞ്ഞത്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സത്താവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റബ്ബ കുല്ലി ഷൈഇൻ, എല്ലാറ്റിനെയും സൃഷ്ടിച്ച് പടച്ചു പരിപാലിക്കുന്ന പടച്ച റബ്ബ്. ഏഴാനാകാശത്തിനുപരിയിൽ അർശിൽ പ്രവിശാലമായ അർശിൽ ഇസ്തിവാ ചെയ്യപ്പെട്ടവനായി ഈ ലോകത്തെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുമ്പോൾ പിന്നീട് എന്തിനാണ് സഹോദരന്മാരെ അല്ലാഹു അല്ലാത്ത ശക്തികളെ നമുക്ക് ആവശ്യം? എന്തിനാണ് മലക്കുകളോട് വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യം? എന്തിനാണ് ജിന്നുകളോട്, എന്തിനാണ് പ്രവാചകന്മാരോട്, എന്തിനാണ് മൺമറഞ്ഞുപോയ മഹത്തുക്കളോട്, അതുപോലെ തന്നെ കല്ലിനോട്, മരത്തോട്, ജന്തുക്കളോട് ആരാധിക്കേണ്ട ആവശ്യം? ഈ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫാതറസ് സമാവാതി വൽ അർദ ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ല. എന്റെ മുഖത്തെ, എന്റെ ശരീരത്തെ അല്ലാഹുവിലേക്ക് ഞാനിതാ സമർപ്പിച്ചിരിക്കുകയാണ്. ആരാണ് അല്ലാഹു? ഫാതറസ് സമാവാതി വൽ അർദ, ആകാശഭൂമികളെ സംവിധാനിച്ചു വെച്ച പടച്ച റബ്ബിലേക്ക് ഞാൻ ചായ്ഞ്ഞുപോയവനാണ് എന്നാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തൗഹീദാണ് നിത്യസന്തോഷത്തിന്റെ ഏറ്റവും വലിയ ഉപാധി. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ, അദ്ദേഹം തന്റെ കൽപ്പനകൾ പൂർണ്ണമായി സ്വീകരിക്കുകയായിരുന്നു.
കുട്ടിയെ അറുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ, തന്റെ ഭാര്യയെയും മകനെയും ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, അങ്ങനെ നീറുന്ന നിരവധി ഭീകരമായ തരത്തിലുള്ള കൽപ്പനകൾ കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചപ്പോ എല്ലാം ഫഅതമ്മഹുന്ന, എല്ലാ പരീക്ഷണങ്ങളെയും പൂർത്തീകരിച്ചു അദ്ദേഹം. ഇബ്രാഹിം അല്ലദി വഫാ, അല്ലാഹു ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിച്ചു. അസ്ലിം, നീ കീഴടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിനിത ഞാൻ എന്റെ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്ന്, എനിക്ക് വായുവും വെള്ളവും ജീവനും നൽകിയ, എന്നെ ഞാനാക്കി മാറ്റിയ, എനിക്ക് ഈ ശരീരവും ഈ ശരീരത്തിന് കാന്തിയും നൽകിയ ഈ ഗോളാകൃതിയിലുള്ള ഭൂമിയെ നമുക്ക് വേണ്ടി പിടിച്ചു നിർത്തി നമുക്ക് വേണ്ടി താമസ സൗകര്യം ഏർപ്പെടുത്തി തന്ന അല്ലാഹു എനിക്ക് കീഴടങ്ങണമെന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി ഇതാ ഞാൻ കീഴടങ്ങിയിരിക്കുന്നു പടച്ചോനെ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ ഒരു അനുസരണമാണ് സഹോദരന്മാരെ ഈ വിജയത്തിന്റെ, ഈ ഇഹപര വിജയത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഉപാധിയായിട്ട് നാം കാണുന്നത്. മൂന്നാമത്തെ കാര്യം, ഏതൊരു പ്രതിസന്ധിയിലും എനിക്കെന്റെ പടച്ചറബ് മതി എന്ന ആ ഒരു വിശ്വാസവും ആ ഒരു തവക്കുലുമായിരുന്നു. തന്റെ മുന്നിൽ തീക്കുണ്ടാരം തീർക്കപ്പെട്ടപ്പോൾ ആളുകൾ ഇബ്രാഹിം തകർന്നു പോകുമെന്നും നശിച്ചു പോകുമെന്നും ഇതോടുകൂടെ ഇബ്രാഹിം എന്ന യുവാവിന്റെ ശല്യം ഈ നാട്ടിൽ ഇല്ലാതാകുമെന്നും വിചാരിച്ചടത്തു നിന്ന് ധീരനായിക്കൊണ്ട് തീക്കുണ്ടാരത്തിന്റെ സമീപത്ത് നിന്ന് ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തവക്കുലാണ് സഹോദരന്മാരെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. നാലാമത്തെ കാര്യം, അള്ളാഹു നൽകിയ ചെറുതിനും വലുതിനും ഓരോന്നിനും നന്ദിയുള്ളവനായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ശാകിറൻ ലിഅൻഅമിഹി, തന്റെ അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ, താൻ കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ നന്ദിയുള്ളവനായിരുന്നു. ഇല്ലായ്മ പറയാതെ, വല്ലായ്മ പറയാതെ, പടച്ചറബ് നൽകിയ നൂറുകണക്കിന് അനുഗ്രഹങ്ങളിൽ ചെറുതും വലുതുമായ ഓരോന്നിനെയും എടുത്ത് സ്തുതിക്കാനും സ്മരിക്കാനും ശുക്ർ കാണിക്കാനും നമുക്കാവുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. മഹാനായ ഇബ്രാഹിം ശാകിറൻ ലിഅൻഅമിഹി, വാർദ്ധക്യത്തിന്റെ അങ്ങേ ദശകത്തിലെത്തിയ അദ്ദേഹത്തിന് അള്ളാഹു കുഞ്ഞിനെ കൊടുത്തപ്പോ അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദി വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. ഒരു കുഞ്ഞിനെ ചോദിച്ചപ്പോ വാർദ്ധക്യത്തിന്റെ അങ്ങേ ദശകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് രണ്ട് സുന്ദരന്മാരും സുമുഖന്മാരുമായ പ്രവാചകന്മാരായ രണ്ട് മക്കളെയാണ് അള്ളാഹു കൊടുത്തത്. ഇത് കിട്ടിയപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. കിട്ടിയതിനെ തിരിച്ചറിയാൻ, അതിനെ എടുത്ത് പടച്ചറബിനോട് പറഞ്ഞുകൊണ്ട് ശുക്ർ കാണിക്കാനും ഹംദ് പറയാനും മഹാനായ ഇബ്രാഹിം നബി കാണിച്ചു, ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഞ്ചാമത്തെ സഹോദരന്മാരെ, വിനയമായിരുന്നു. പരിശുദ്ധ കഅബാലയം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പടുത്തുയർത്തുമ്പോ ഓരോ കല്ലുകളും അതിന്റെ മുകളിലേക്ക് എടുത്തു വെക്കുമ്പോ അദ്ദേഹവും മകൻ ഇസ്മായിലും പ്രാർത്ഥിച്ച പ്രാർത്ഥന വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, പടച്ചറബ്ബേ നീ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. നിന്റെ പ്രീതി മാത്രം ആളുകൾക്കിടയിൽ ഞാനും ഇതിന്റെ ആളാണ്, ഞാനൊക്കെ ഇതിന് മുൻപന്തിയിലുള്ള നേതാവാണ്, ഞാനൊക്കെ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ടെന്ന് എല്ലാവരും അറിയുന്നുണ്ടല്ലോ, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഇടയിലേക്ക് ഒരു അംഗീകാരം കിട്ടണം. ഇതില്ല സഹോദരന്മാരെ, ഇതെല്ലാം പടപ്പുകളാണ്, പടച്ചറബിന്റെ നിസാരന്മായ സൃഷ്ടികളാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫാ, ദുർബലന്മാരാണ്. നമ്മുടെ ബോസ് ഒരു മനുഷ്യനാണ്, നമ്മുടെ സഹപ്രവർത്തകർ ഒരു മനുഷ്യനാണ്, നമ്മുടെ നാട്ടുകാർ സാധാരണ മനുഷ്യന്മാരാണ്. ഈ മനുഷ്യന്മാർക്ക് വേണ്ടിയാണോ നാം ഇത്ര കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്? ഈ മനുഷ്യന്മാരുടെ മുന്നിലെ സ്ഥാനമാനങ്ങളാണോ നമ്മുടെ 70 കൊല്ലത്തെ 40 കൊല്ലത്തെ 30 കൊല്ലത്തെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം? അല്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആ വിനയാന്യതയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമ്മൾ കാണുന്നത്. ലാ തുഖ്സിനി യൗമ യുബഅസൂൻ, അല്ലാഹുവേ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ ഒരിക്കലും നിന്ദിക്കല്ല പടച്ചറബ്ബേ എന്ന് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ധൈര്യമല്ലേ സഹോദരന്മാരെ? ഒരു കീറ പോലത്തെ തട്ടം തലയിൽ തട്ട്, അല്ലെങ്കിൽ അത് ഷോളിൽ, അത് തന്റെ തോളിൽ മാത്രം തൂക്കിയിട്ട് നടക്കുന്നവർക്ക് എത്ര ധൈര്യമാണ്? ശരീരത്തോട് കുടുക്കിയിട്ട് വേഷം ധരിച്ച് അങ്ങാടിയിൽ ഇറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളെ കണ്ണുകൾ കൊണ്ട് വ്യഭിചരിപ്പിക്കുന്ന ആളുകൾക്ക് എത്ര ധൈര്യമാണ്? അനാവശ്യങ്ങളിൽ, അവിഹിതങ്ങളിൽ, പലിശയിൽ തന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നവർക്ക് എത്ര ധൈര്യമാണ്? ഒരു പ്രവാചകൻ ലോകത്തിന് മുഴുവൻ മാതൃകയാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹിയോട് പോലും പിൻപറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ട മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ നാളെ പരലോകത്ത് നിന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ഘട്ടത്തിൽ നീ എന്നെ ഒരിക്കലും നിന്ദിക്കൽ റബ്ബേ,
എനിക്കൊരിക്കലും അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കല്ലേ റബ്ബേ. നരകമാണ് ഏറ്റവും വലിയ നിന്യത. ഈ ദുനിയാവിലെ പെരുമയും പത്രാസുമല്ല, നാളെ നരകം കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ നിന്യത സഹോദരന്മാരെ. അതുകൊണ്ട് ആ നരകത്തിനിട്ട് നീ എന്നെ നിന്ദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകന്റെ വിനയം എത്രയാണ്, ലാളിത്യം എത്രയാണ്, തഖ്വ എത്രയാണ് സഹോദരന്മാരെ. നമുക്കുമുണ്ടായിരിക്കണം ഈ ക്വാളിറ്റീസ്. ആറാമത്തെ കാര്യം പ്രബോധനമായിരുന്നു പ്രവാചകന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കുടുംബത്തിൽ പിതാവിനോട് തുടങ്ങി. പിതാവ് വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ ഇത് അപകടകരമായ ഒരു ജോലിയാണ്. രാജ്യത്ത് നിന്ന് പുറത്താക്കും. ഒരുപക്ഷെ നമ്മളെ പല കേസുകളും ചുമത്തിയിട്ട് ആളുകൾക്ക് മുന്നിൽ തീവ്രവാദിയായി മുദ്രകുത്തും. അതുകൊണ്ട് ദഅവത്തിനിറങ്ങണ്ട എന്ന് പറയുന്ന ആളുകൾക്കുള്ള പാഠമാണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഒരു +1 പ്രായത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടപ്പോ സ്വന്തം നാട്ടുകാരിലേക്ക് ഇറങ്ങിയിട്ട് ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കുകയാണ് മഹാനായ ആ ഒരു പ്രവാചകൻ. പ്രതികൂല സാഹചര്യങ്ങളെ വകഞ്ഞു മാറ്റി അല്ലാഹുവിന്റെ തൗഹീദിനെ ശിർക്ക് നടമാടുന്ന ഒരു നാട്ടിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സമാധാനപൂർവ്വം പ്രബോധന വീഥിയിൽ ഇറങ്ങുകയാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് ഖാല ലി അബീഹി വഖൗമി മാ തഅബുദൂൻ. ജനങ്ങളെ, സ്വന്തം ബാപ്പനോടും സ്വന്തം നാട്ടുകാരോടും അദ്ദേഹം വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? ഖാലൂ നഅബുദു അസ്നാമാ ഫനളല്ലു ലഹാ ആകിഫീൻ. അദ്ദേഹത്തോട് ജനങ്ങൾ പറയാ, ഞങ്ങൾ വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത്, ഞങ്ങൾ അവർക്ക് മുന്നിൽ ഭജനമിരിക്കുന്നു. ഖാല ഹൽ യസ്മഊനകും ഇൻ തദഊൻ ഔ യൻഫഊനകും ഔ യദുറൂൻ. അദ്ദേഹം ചോദിക്കുകയാണ്, ജനങ്ങളെ, നിങ്ങൾ ഈ ആരാധിക്കുന്ന വസ്തുക്കൾ അവർ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അവർ ഉപകാരം ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഉപദ്രവങ്ങളെ അവർ തടയുന്നുണ്ടോ? ഈ രൂപങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് സ്വന്തം ജനതയോട് ശിർക്കിന്റെ അർത്ഥമില്ലായ്മയെ ബോധ്യപ്പെടുത്തുന്ന ഒരു മഹാമനുഷ്യനെയാണ് ഇബ്രാഹിം നബിയിലൂടെ നമ്മൾ വായിക്കുന്നത്. നാടിനോടുള്ള സ്നേഹം അദ്ദേഹം പ്രകടമാക്കിയത് ഇസ്ലാമിക പ്രബോധനത്തിലും നാടിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലുമായിരുന്നു. ഇത് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അല്ലാഹുവേ, ഈ രാജ്യത്തെ നീ നിർഭയത്വത്തിന്റെ രാജ്യമാക്കണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. ഈ രാജ്യത്ത് എല്ലാ സമറാത്തുകളെയും എല്ലാ വിഭവങ്ങളെയും നീ കൊണ്ടിറക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നാടിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദഅവത്ത് നടത്തിയ പ്രവാചകൻ നാടിനോട് ആത്മാർത്ഥമായി കൂറുള്ളവനായിരുന്നു. അതോടൊപ്പം 8ാമത്തെ ക്വാളിറ്റി, അദ്ദേഹം ഇസ്ലാമിന്റെ കാര്യത്തിൽ ദൃഢവിശ്വാസമുണ്ടാക്കാനുള്ള പഠനത്തിലും പരിശ്രമത്തിലുമായിരുന്നു. അല്ലാഹുവിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ കൈഫ തുഹീൽ മൗതാ, മരിച്ചവരെ നീ എങ്ങനെയാണ് പടച്ചോനെ ജീവിപ്പിക്കുന്നത്? അല്ലാഹു ചോദിക്കാവലം തുഅ്മിൻ, ഇബ്രാഹിം താങ്കൾ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാ, ഖാല ബല വലകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിനൊരു ദൃഢത ലഭിക്കാൻ വേണ്ടിയാണ് പടച്ചോനെ, അതൊന്ന് നീ എനിക്ക് പഠിപ്പിച്ചുകൊണ്ടാ എന്ന് ഇസ്ലാമിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചു പഠിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. 9ാമത്തെ പ്രത്യേകത സഹോദരന്മാരെ, സഹകരണത്തിന്റെ ദാമ്പത്യത്തിലായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. ഭാര്യയും മക്കളും മറ്റൊരു വഴിക്കും അദ്ദേഹം മറ്റൊരു വഴിക്കും ആയിരുന്നില്ല, മറിച്ച് ദൃഢവിശ്വാസമുള്ള ഭാര്യയും മക്കളുമായിരുന്നു. ആ സഫാ മർവയ്ക്കിടയിൽ ഉപേക്ഷിച്ചു പോരുമ്പോ ഹാജറാബി വിളിച്ചു ചോദിച്ചത്, അല്ലാഹു അമറക ബിഹാദാ, ഇബ്രാഹിം ആരുമില്ലാത്തടത്ത് ഉപേക്ഷിച്ചു പോകാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ എന്നായിരുന്നു ഹാജറാബിയുടെ ചോദ്യം. അതെ എന്ന് പറഞ്ഞപ്പോ, എങ്കിൽ താങ്കൾക്ക് മടങ്ങാം, അള്ളാഹു ഞങ്ങളെ കൈപിടിയുകയില്ല എന്ന് പറയുന്ന ആ നിശ്ചയദാർഢ്യത്തിന്റെ പേരാണ് ഹാജറ റളിയല്ലാഹു അൻഹാ. അള്ളാഹു മതി ഈ ഏകാന്തതയിൽ. തന്റെ ഭർത്താവില്ല, തന്റെ കുടുംബങ്ങളില്ല, തന്റെ മാതാപിതാക്കളില്ല. ഈ ഏകാന്തതയിൽ തന്നെ സംരക്ഷിക്കാനും തന്റെ ആദികൾ തീർക്കാനും തന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും മതിയായ ഒരുത്തൻ ആകാശത്തിനുപരി എനിക്ക് റബ്ബായിട്ടുണ്ട് എന്ന ആ ഉറച്ച വിശ്വാസത്തിലായിരുന്നു മക്കളുണ്ടായിരുന്നത്, ഭാര്യയുണ്ടായിരുന്നത്. മകനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി പറഞ്ഞ ഭാഗം നമ്മൾ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സഹോദരന്മാരെ, നാം നമ്മോട് ചോദിക്കേണ്ട 10 ചോദ്യങ്ങൾ, ഈ മാർഗത്തെയാണോ നാം പിൻപറ്റുന്നത്? നമ്മുടെ വേഷം, നമ്മുടെ രൂപം, നമ്മുടെ കോലം, നമ്മുടെ മനസ്സിലുള്ള അഭിരുചി ഈ പ്രവാചകന്മാരുടെ മാർഗമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നെഞ്ചത്ത് കൈകെട്ടിവെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നിന്റെ പ്രവാചകന്മാരുടെ മാർഗത്തിലാക്കണേ എന്നെ എന്ന്. ആ പ്രവാചകന്റെ മാർഗത്തിലാണോ നമ്മുടെ വേഷം? ആ പ്രവാചകന്റെ മാർഗത്തിലാണോ നമ്മുടെ രീതി? ആ പ്രവാചകന്റെ മാർഗത്തിലാണോ നമ്മുടെ മുടി? ആ പ്രവാചകന്റെ മാർഗത്തിലാണോ നമ്മുടെ രഹസ്യ പരസ്യമെന്ന് നമ്മൾ ചിന്തിക്കണം. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സ. ഇബ്രാഹിം നബിയുടെ മാർഗത്തോട്
വിമുഖത കാണിക്കുന്നവൻ വിഡ്ഢികളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം, നാം മില്ലത്ത് ഇബ്രാഹിമിലാണോ? വഅല മില്ലത്തി അബീന ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് ഞങ്ങൾ നേരം പുലർന്നത് എന്ന് എന്നും കാലത്ത് നമ്മൾ ഉരുവിടുമ്പോ ആ മാർഗത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ചോദ്യം, വിശുദ്ധമാണോ നമ്മുടെ വിശ്വാസം? ശിർക്ക് കലരാത്ത അചഞ്ചലമായ വിശ്വാസത്തിലാണോ നമ്മളുള്ളത്? വിശ്വാസം കൊണ്ട്, ആചാരം കൊണ്ട്, സ്വഭാവം കൊണ്ട് നമ്മൾ ദീനിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായി പടച്ചിറപ്പിന്റെ ലിസ്റ്റിൽ പെട്ടുകാണുമോ എന്ന് നാം ചിന്തിക്കണം. സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തിൽ ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ പടച്ചിറപ്പല്ലാത്ത ഒരാളുമുണ്ടാകരുത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ദാസൻ അല്ല പോരെ എന്ന് ചോദിച്ചാൽ പോരാ, ഞങ്ങൾക്ക് അമ്പിയാക്കൾ വേണം, ഞങ്ങൾക്ക് ഔലിയാക്കൾ വേണം, എവിടെ നിന്ന് വിളിച്ചാലും ഞങ്ങളുടെ തുണക്കാൻ അവരുണ്ടാകും, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ സിദ്ധികൾ വേണമെന്ന് ഒരു വിശ്വാസിക്ക് പറഞ്ഞുകൂടാ. ഏത് ഘട്ടത്തിലും എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറയുന്ന ആ വിശുദ്ധമായ വിശ്വാസത്തിലാണോ നമ്മളുള്ളത്? മൂന്നാമത്തെ കാര്യം, നമുക്ക് എവിടെയാണ് പതറിപ്പോകുന്നത്? നമ്മൾ എവിടെയാണ് ദുർബലരാകുന്നത്? എവിടെയാണ് നമ്മളെ ഭയം പിടികൂടുന്നതെന്നറിയുമോ? തവക്കുലില്ലായ്മയാണ്. മുന്നിൽ ആളിക്കത്തുന്ന തീജ്വാല കണ്ടിട്ട് ഇബ്രാഹിം നബി പേടിച്ചില്ല. ആരുമില്ലാത്തടത്ത് ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചു പോകാൻ പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പേടിച്ചില്ല. ഒരു കൈയിൽ കത്തിയും മറ്റേ കൈയിൽ കുട്ടിയുമായി നടന്നു പോകുമ്പോ ഇബ്രാഹിം നബിക്ക് ആദിയുണ്ടായിരുന്നില്ല. കാരണം അങ്ങേയറ്റത് തവക്കുലാണ്. പ്രതീക്ഷകൾ തകിടം മറിയുമ്പോ, ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോ, ജോലിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, രാജ്യത്തെ സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ച് ഭീതിയുണ്ടാകുമ്പോ എനിക്കെന്റെ പടച്ചറബുണ്ടല്ലോ എന്ന് സമാധാനിച്ച് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കഴിവാണ് സഹോദരന്മാരെ തവക്കുൽ. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, ഞാൻ എന്റെ റബ്ബിൽ തവക്കുലാക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുവത്ത് കൊണ്ടല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുകയില്ല എന്ന് ഉരുവിട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ വിശ്വാസം നമുക്കുണ്ടോ? ഇബ്രാഹിം നബിയുടെ തവക്കുൽ നമുക്കുണ്ടോ? ഇബ്രാഹിം നബിയുടെ ആ കൽപ്പന സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? അല്ലാഹുവിന്റെ കൽപ്പന വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകന്റെ സുന്നത്തിലൂടെ അനേകായിരം കൽപ്പനകൾ, എത്ര വാക്കുകളാണ് ജീവിതകാലം മുഴുവൻ ഖുത്ബയിലൂടെ, പ്രസംഗത്തിലൂടെ, ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളിലൂടെ, ചെറിയ ഇത്തിരി പോന്ന മെസ്സേജുകളിലൂടെ നമ്മുടെ കാതുകളിൽ, നമ്മുടെ കണ്ണുകളിൽ പതിഞ്ഞത്. അനുസരിക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും, നമ്മുടെ കച്ചവടത്തിലും, നമ്മുടെ സമ്പത്തിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ പെരുമാറ്റത്തിലും അള്ളാന്റെ കൽപ്പന അനുസരിക്കുന്നവരാണോ നമ്മളെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഈദിന്റെ സുദിനത്തിൽ അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരാണോ സഹോദരന്മാരെ നമ്മൾ? ചെറിയ കാര്യത്തിന് നന്ദി കാണിക്കാത്തവൻ വലിയ കാര്യത്തിനും നന്ദി കാണിക്കൂല സഹോദരന്മാരെ. കനത്ത ചൂടിൽ പടച്ചിറബ് നമുക്ക് മഴ നൽകിയില്ലേ? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലത്ത് നിന്ന് പടച്ചിറബ് നമ്മളെ മാറ്റിയില്ലേ? ഒരു ചായ കുടിക്കാൻ പോയിട്ട് അന്നാന്നത്തെ ഒരു നേരത്തെ ഫുഡിന് വകയില്ലാത്ത അവസ്ഥയിൽ നിന്ന് യഥേഷ്ടം ഏത് കടയിലും കയറി ബ്രോസ്റ്റും മന്തിയും കഴിക്കാനുള്ള സാമ്പത്തികാവസ്ഥ നമുക്ക് കൈവന്നില്ലേ? പറയാനാകണം അൽഹംദുലില്ലാഹ്, എനിക്ക് നീ നൽകിയിട്ടുണ്ട് പടച്ചോനെ എന്ന് ആത്മാർത്ഥമായി പറയാനാകണം. ക്യാൻസർ വാർഡുകളിൽ ക്യാൻസറുമായി മല്ലിട്ട് ജീവിക്കുന്ന നിരവധി പാവങ്ങളുണ്ട് സഹോദരന്മാരെ. ഹാർട്ട് സംബന്ധമായ രോഗികളുണ്ട്. കിഡ്നി ഫെയിലിയറായിട്ട് ആഴ്ചയിൽ 4 തവണ ഡയാലിസിസിന് പോകുന്ന ആൾക്കാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു എല്ലാവർക്കും എളുപ്പമാക്കി കൊടുക്കട്ടെ. പറയണം സഹോദരന്മാരെ അൽഹംദുലില്ലാഹ്, എത്ര അനുഗ്രഹീതരാണ് നമ്മൾ. നന്ദി കാണിക്കുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. ആറാമത്തെ കാര്യം, നമ്മൾ അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ എന്നതാണ്. ചെറിയ കാര്യം കേൾക്കുമ്പോഴേക്ക് നമുക്ക് സംശയമുണ്ടാവുകയാണ്. നബി അങ്ങനെ ചെയ്തില്ലേ? ഖുർആനിൽ ഇങ്ങനെ വന്നില്ലേ? അള്ളാഹു അങ്ങനെ പറഞ്ഞില്ലേ? എന്ന് ഇവിടുത്തെ നിരീശ്വരവാദികളും നിർമ്മതവാദികളും ഇസ്ലാമിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരും അഹോരാത്രം അത് മാലിന്യങ്ങൾ ചവച്ചു തുപ്പിക്കൊണ്ടേയിരിക്കുമ്പോ അതിൽ സംശയാലുക്കളാകുന്ന എന്തുകൊണ്ടാണ്? പഠിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ പഠിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായി ചിന്തിക്കണം. ഇസ്ലാമിന്റെ പ്രബോധന വീതിയിൽ നമ്മളുണ്ടോ? അതല്ല നമ്മൾ കടകളിലാണോ, നമ്മുടെ ഏറുമാടങ്ങളിലാണോ, നമ്മൾ സിനിമകളുടെ അതുപോലെ തന്നെ ആനന്ദ നൃത്തങ്ങളുടെ പിന്നാലെയാണോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം. ഈ ശരീരം വിയർക്കുന്നുവെങ്കിൽ, ഈ ശരീരം ഒന്ന് കിതക്കുന്നുവെങ്കിൽ, ഈ ശരീരം ഒന്ന് ക്ഷീണിക്കുന്നുവെങ്കിൽ അതെന്തിന്റെ പേരിലാണ് എന്ന് സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും ഉത്തരം കാണണം. ഇബ്രാഹിം നബി കിതച്ചോടിയത് അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാൻ വേണ്ടിയാണ്. ഈ നാട്ടിലുണ്ടൊരു ജാറും,
ഈ നാട്ടിലുണ്ട് ശിർക്കൻ വിശ്വാസം വെച്ചു പുലർത്തുന്ന നമ്മുടെ അയൽവാസികൾ. അവരോട് തൗഹീദ് പറയാൻ ഇനി ഒരു ഇബ്രാഹിം നബി വരാനില്ല. തൗഹീദ് സ്വീകരിച്ച അയൽവാസിയായ നമ്മുടെ ബാധ്യതയാണ് അവരോട് അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ച് നിരന്തരമായി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ പള്ളിയിലുള്ള മുഴുവൻ ആളുകളും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ. അപ്പോഴേ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അവകാശപ്പെടുന്നതിൽ നമുക്ക് റൈറ്റ് ഉള്ളൂ എന്ന് സഹോദരന്മാരെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എട്ടാമത്തെ ചോദ്യം, നമ്മൾ വിനയമുള്ളവരാണോ? അള്ളാന്റെ മുന്നിൽ നമ്മൾ വിനയമുള്ളവരാണോ? അഹങ്കാരികളാണോ? നാട്ടുകാരുടെ മുമ്പിലൊക്കെ നമ്മൾ നല്ല ആൾക്കാരാ, പക്ഷെ അള്ളാന്റെ മുന്നിൽ നമ്മൾ ഓരോരുത്തരും ആരാണെന്നത് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒമ്പതാമത്തെ കാര്യം സഹോദരന്മാരെ, നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും നമ്മുടെ ആശയത്തിലും നമ്മുടെ ആദർശത്തിലും നമ്മൾ ഉൾക്കൊള്ളുന്ന മതബോധത്തിലുമാണോ എന്ന് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മതകാര്യത്തിൽ പരസ്പരം നമ്മെ സഹായിക്കുന്ന, തിന്മയെ ചെറുക്കുന്ന ദീനിന്റെ ഒരു വിളനിലമായി നമ്മുടെ വീടിനെ മാറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളും നമ്മുടെ ഇണകളും മാറുന്നുണ്ടോ എന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾ നമ്മുടെ അസറ്റാണ്. ആ മക്കൾ ദീനുള്ളവരായാൽ ആ മക്കളുടെ പ്രാർത്ഥന ഖബറിൽ നമുക്ക് സ്വസ്ഥത നൽകും. ആ മക്കളുടെ നന്മയുടെ വഴിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പരലോകത്ത് കൂലി നൽകുമെന്ന കാര്യം നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തെ കൂടെ ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവർ നമ്മുടെ ദീനിന്റെ വഴിയിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സന്തോഷത്തോടെ സന്തോഷകരമായി മക്കളും മാതാപിതാക്കളും കൂട്ടുകുടുംബങ്ങളും ബന്ധുമിത്രാദികളും വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നാം ചിന്തിക്കേണ്ടതാണ്. ഇത്തിരി പോന്ന ഹൃദയത്തിനകത്ത് എത്രമാത്രം വാശിയാണ്, എത്രമാത്രം വൈരാഗ്യമാണ്. ആ സ്റ്റെപ്പിൽ നിന്ന് ഒന്ന് കാല് തന്നെ വീണാൽ ബോധം കെട്ടുവീഴാൻ മാത്രം, പിന്നീട് ഒരിക്കലും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ള ദുർബലന്മാരാണ് നമ്മൾ. സ്വസ്ഥമായി കുടുംബത്തിന് അന്നമുണ്ടാക്കാൻ കുവൈത്തിൽ പോയ പാവങ്ങൾ അവരവരുടെ റൂമിൽ സ്വസ്ഥമായി ഉറങ്ങുകയായിരുന്നു. ആ ഒരു ഫ്ളാറ്റിന് തീപിടിച്ചപ്പോ ഒന്ന് എടുത്തു ചാടാൻ പോലും കഴിയാതെ കട്ടക്കരിമ്പുക ശ്വസിച്ചുകൊണ്ട് എത്ര മലയാളികളാണ് എന്റെ പൊന്നു സഹോദരന്മാരെ മരണപ്പെട്ടു പോയത്. ഈ നാട്ടിൽ എത്ര യുവാക്കളാണ് മരിച്ചത്. നിത്യവും പത്രമാധ്യമങ്ങളിൽ നമ്മൾ എത്രയെത്ര മരണത്തിന്റെ വാർത്തകളാണ് കേൾക്കുന്നത്. എന്തിനാണ് ഇത്തിരി പോന്ന ഹൃദയത്തിനകത്ത് ഇത്രയധികം പകയും ഇത്രയധികം വിദ്വേഷവും ഇത്രയധികം വാശിയും വക്കാണവും വെച്ച് പുലർത്തുന്നത്? ഈ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ നിശ്ചലമായി കിടക്കുന്ന നമ്മുടെ ശരീരം കൊണ്ടുവന്ന് വെച്ചിട്ട് മൈക്കെടുത്തിട്ട് ഇമാമ് പറയും, ഈ ശരീരത്തോട് ആർക്കെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ പുറത്തു മാപ്പാക്കി കൊടുക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ജീവനോടെ പുറത്തു മാപ്പ് ചോദിക്കാൻ, ഇരുന്നു വാങ്ങാൻ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ ഒരാദർശം ഉൾക്കൊള്ളുന്നവരാണ് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവർ. അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ഈ മിമ്പർ ഇന്നേ വരെ ചലിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ഐക്യമുണ്ടാകണം, സാഹോദര്യമുണ്ടാകണം. തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ മഹല്ലിനെ സമാധാനത്തോടെ ശാന്തിയോടെ സ്വസ്ഥതയോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമാണ് ഈ മഹല്ലിന്റെ ഭാരവാഹിത്വം എന്ന് പറയുന്നത്. അത് അമാനത്താണ്. പടച്ചറബ് നാളെ ചോദിക്കും. ഒരു മഹല്ലിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് നീ എന്തെടുക്കുകയായിരുന്നുവെന്ന് ചോദിക്കും സഹോദരന്മാരെ. ഒരു കുടുംബത്തിന്റെ ചുമതല ഏൽപ്പിച്ചിട്ട് നീ എന്തെടുക്കുകയായിരുന്നുവെന്ന് രക്ഷിതാക്കളോട് ചോദിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതം ശുഷ്കമാണ്. 19 കൊല്ലത്തിലധികം ആരും പോകാനില്ല. അതുകൊണ്ട് വാശിയും വൈരാഗ്യവും വക്കാണവും വിട്ടുപോയി, വിട്ടുമറന്ന് സ്നേഹത്തോടെ ഐക്യത്തോടെ പരസ്പരം ഭാര്യയും ഭർത്താവും ഇണങ്ങാൻ, മക്കളും മാതാപിതാക്കളും ഇണങ്ങാൻ, മഹല്ലിലുള്ള മുഴുവൻ കുടുംബങ്ങളും തൗഹീദ് ഉൾക്കൊള്ളുന്ന ഈ വിശ്വാസി വൃന്ദം ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സ്നേഹബന്ധങ്ങളുടെ ഊട്ടിയുറപ്പിക്കലിനുള്ള ചർച്ചകളും ആലോചനകളും നീക്കങ്ങളുമായിരിക്കട്ടെ നമ്മുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇന്നത്തെ സുദിനം അതിരുകവിയാത്ത ആഘോഷമായിരിക്കണം. തക്ബീർ മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പരസ്പരം സന്ദർശിച്ചുകൊണ്ട് രോഗികളെ സന്ദർശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബങ്ങൾ പരസ്പരം ഐക്യത്തോടെ കൂടി ചേർന്നുകൊണ്ട് ബലികർമ്മത്തിനും അതുപോലെ തന്നെ അനന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലുമൊക്കെ മുഴുകിക്കൊണ്ട് ഇന്നത്തെ ദിവസത്തെ സുന്നത്തിൽ അധികരിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ബലികർമ്മത്തിനു വേണ്ടി മുടിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നിർത്തിവെച്ച ആളുകളുണ്ട്. അവർക്കൊരവസരം കൂടെയുണ്ട്. താടി അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. ആ താടിയെ ഇനി വടിക്കാതെ വളർത്താനുള്ള ഒരു അവസരമാണ് ഈ ബലികർമ്മത്തിന്റെ 10 ദിവസം നാം ഈ മുഖത്ത് ബ്ലേഡ് തൊടിയിച്ചില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ആ സുന്നത്തിനെ നിലനിർത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, യാതൊരുവിധ തരത്തിലുമുള്ള അനൈക്യവും ചിത്രതയുമില്ലാതെ ഒരു ഹറാമുകളുമില്ലാതെ സ്വസ്ഥമായി ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷകരമായ നിലക്ക് തന്നെ സ്ഥിരമായി നമ്മൾ പറയുന്ന മുഴുവൻ സുന്നത്തുകളും പാലിച്ചുകൊണ്ട്
വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ സഹായം തഖ്വയിലാണ്. തഖ്വയിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ രാജ്യത്ത് നമുക്ക് സമാധാനമുണ്ടാകും. അനൈക്യം ഇവിടെ നിന്ന് അന്യമായി പോകും. ഇവിടെ പരസ്പരം മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളെ താഴെയിറക്കാൻ അള്ളാഹ്ക്ക് കഴിയും. ഇതിനേക്കാൾ വലിയ സ്വേച്ഛാധിപതികൾ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരെയെല്ലാം താഴെയിറക്കിയത്, അവരെയെല്ലാം പാഠം പഠിപ്പിച്ചവൻ ആകാശത്തിനുപരി ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിലേക്കൊരു മടക്കത്തിനുള്ള അവസരങ്ങളായിട്ട് എല്ലാറ്റിനെയും കാണാനും ഏറ്റവും വലിയൊരു പെരുന്നാള് പരലോകത്ത് വരാനുണ്ട്. ആ പെരുന്നാളിനെ, ആ സന്തോഷ സുദിനത്തെ സഹോദരന്മാരെ നോക്കിക്കാണാൻ പറ്റിയ ജീവിതക്രമങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തണം. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ ലത്തി വഅദ്തഹും വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുവേ, ഈ വിശ്വാസിക്കും അവന്റെ കുടുംബത്തിനും നീ നിന്റെ സ്വർഗം കൊടുക്കണേ എന്ന്. അതിനുവേണ്ടിയുള്ളൊരു പരിശ്രമമാകട്ടെ നമ്മുടെ ജീവിതത്തിലുടനീളം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും ദൂരീകരിച്ചു തരുമാറാവട്ടെ. ഏറ്റവും നല്ല ഖൈറിലും ബർക്കാത്തിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ عذاب النار آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.